റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സീപ്ലെയിൻ പദ്ധതിക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. പദ്ധതി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി ഐക്യവേദി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. മത്സ്യമേഖലയെ തകർത്തിട്ടാകരുത്, ടൂറിസവൽക്കരണമെന്നും ഉപജീവന സുരക്ഷ ഉറപ്പാക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. നിർത്തിവെക്കപ്പെട്ട പദ്ധതി തിരിച്ചു വരികയാണ്. ഇന്നിപ്പോൾ കൊച്ചിയിലാണെങ്കിൽ ഇവിടെ ദേവരപ്പാലം മുതൽ അഴിമുഖം വരെ വെർച്വൽ എല്ലാ സ്ഥലത്തും മത്സ്യബന്ധന നിരോധനമാണ്. അവശേഷിക്കുന്ന സ്ഥലത്താണ് ഈ സീപ്ലെയിൻ വരുന്നത്. എവിടെ പോയി ജീവിക്കും? എങ്ങനെ മീൻ പിടിച്ച് ജീവിക്കും? അതുകൊണ്ട് ഞങ്ങളുടെ ഉപജീവന സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഈ നടപടികൾ നിർത്തിവെക്കണമെന്നും മതിയായ ചർച്ച നടത്തുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രി കത്തെഴുതാനും തീരുമാനിച്ചിട്ടുണ്ട്. ലേബി സജീന്ദ്രൻ, ഈ സീപ്ലെയിൻ പദ്ധതി നടപ്പിൽ വരുമ്പോൾ അന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പറഞ്ഞത് ഡാമുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഡാം ടു ഡാം ടൂറിസം ആയിരിക്കും ഉണ്ടാവുക. അത് ഏതെങ്കിലും തരത്തിൽ കായൽക്കരയിലെ മത്സ്യബന്ധനത്തെ ബാധിക്കില്ല എന്നാണ്. ഇപ്പോൾ ചാൾസേട്ടൻ പറയുന്നത് പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ആശങ്കയുണ്ടോ ഈ ഒരു പദ്ധതിയിൽ? ഗുഡ് മോർണിംഗ് ലേബി. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇപ്പോൾ ചാൾസ് ജോർജ് പറയുന്നത് പ്രകാരം, ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളി ഐക്യവേദിയൊക്കെ ആശങ്കപ്പെടുന്നത് പ്രകാരം ഈ ഡാം ടു ഡാം മാത്രമല്ല, ഇതിൻ്റെ പദ്ധതിയിലേക്ക് അഷ്ടമുടി, പുന്നമട, കുമരകം, വേമ്പനാട്, ബോൾഗാട്ടി തുടങ്ങിയ കായൽ പ്രദേശങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും. അതല്ലാതെ ഈ പദ്ധതിയുടെ പൂർണ്ണമായ രൂപരേഖ വരുമ്പോൾ അങ്ങനെയായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരിക. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ഉൾനാടൻ മത്സ്യബന്ധന കേന്ദ്രങ്ങളാണ്. അതായത് ഡാം ടു ഡാം മാത്രമായിട്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്നത് പോലെ തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയില്ല. അതിനുപരിയായി ഈ പറയുന്ന പോലെ അഷ്ടമുടി മുതൽ ഇങ്ങോട്ട് കുമരകം, മറ്റ് വേമ്പനാട്, ഈ പറയുന്ന ബോൾഗാട്ടിയിലേക്കൊക്കെ ഇത് വരികയാണെങ്കിൽ ഇതെല്ലാം ഉൾനാടൻ മത്സ്യബന്ധന മേഖലയാണ്. തീർച്ചയായും മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനത്തെ ഇത് ബാധിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആശങ്കയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. മത്സ്യബന്ധനം നിരോധിക്കും. ഈ പറയുന്ന ഇത് പ്ലെയിൻ വന്ന് ഇറങ്ങുന്നതിൻ്റെ 2.5 കിലോമീറ്റർ ഭാഗത്ത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം ഉൾനാടൻ, ഈ 42ഓളം റൂട്ടുകളിലേക്ക് വരുന്ന ഭാഗങ്ങളിൽ ഈ ഉൾനാടൻ മത്സ്യബന്ധന മേഖലകളും കടന്നു വരും എന്നുള്ള ആശങ്ക തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ പങ്കുവയ്ക്കുന്നത്. ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തീർച്ചയായും നൽകേണ്ടത് ടൂറിസം മന്ത്രി തന്നെയാണ്. അതായത് ഈ ഡാം ടു ഡാം മാത്രമേ ഉള്ളൂ, അതോ ഡാം ടു ഡാം ഇതിൻ്റെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ റൂട്ടുകളും ഡാം ടു ഡാം ആണോ, അതോ തീരദേശ മത്സ്യബന്ധന മേഖലകളിലേക്ക്, ഉൾനാടൻ മത്സ്യബന്ധന മേഖലകളിലേക്ക് ഇതിൻ്റെ വാട്ടർ ട്രോം മാറ്റുമോ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായി പറയേണ്ടത് സർക്കാരാണ്. ഏതായാലും ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് തീരദേശ മത്സ്യബന്ധനത്തെ ബാധിക്കുമെന്നുള്ള ആശങ്കയാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ളത്. അതായത് ഉൾനാടൻ മത്സ്യബന്ധന മേഖലയായ കായൽ തീരങ്ങളെ ഒഴിവാക്കി ഇത്തരത്തിൽ ഒരു സീപ്ലെയിൻ പദ്ധതി പൂർണ്ണമായും യാഥാർത്ഥ്യമാകാൻ സാധ്യതയില്ല എന്നുള്ള ആശങ്ക തന്നെയാണ്. താങ്ക് യു ലേബി, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് നോക്കാം. ആശങ്കകൾ പരിഹരിക്കണം, അതിനുള്ള മറുപടി വേണ്ടപ്പെട്ടവർ നൽകുകയും വേണം.